ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനയൻ ചിരുവിനെയും കൊണ്ട് പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം ദയയെ സഹായിക്കുന്നതൊന്നും ചിരുവിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അത് അയാളുടെ അഭിനയമാണ്. എന്നെ കിട്ടാൻ വേണ്ടി അയാൾ ഏതറ്റവും വരെ പോകുമെന്നുള്ള ആ ഒരു ഇതോടുകൂടിയാണ് കേട്ടോ ചിരു മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ വിനയനാണെങ്കിലോ ചിരു ഇനി ആത്മാർത്ഥമായി ചിരുവിനെ സ്നേഹിക്കണമെന്ന് തീരുമാനിച്ച് തന്നെ മുന്നോട്ട് പോവാണ് കേട്ടോ. ഈ സമയം ഹോസ്പിറ്റലിൽ എത്താണ്. അങ്ങനെ ദയയെ വേണ്ട വിധത്തിൽ തന്നെ സ്ട്രക്ചറൊക്കെ കൊടുന്ന് വിനയൻ ആ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ചിരുവിനും മഞ്ചാടിക്കും ഒന്നും ചെയ്യേണ്ടി വരില്ല. അങ്ങനെ ദയയെ ഡോക്ടർ പരിശോധിക്കൽ തുടങ്ങണം കേട്ടോ. അങ്ങനെ ഡോക്ടർ പറയാണ് കുഴപ്പമൊന്നുമില്ല, പനി കൂടിയത് കൊണ്ടുള്ള ഫിക്സാണ്, എന്തായാലും ഒരു ട്രിപ്പ് ഇട്ടതിന് ശേഷം ഇവൾക്ക് ഇവിടുന്ന് പോവാമെന്ന് പറയും കേട്ടോ. ഇതേ സമയം ചീരു ആണെങ്കിലും മുഖം തിരിച്ച് തന്നെ വിനയൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയം സുശീലയാണെങ്കിലോ ജോത്സ്യന് പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ലെവലിലുള്ള സംസാരമാണ്. ഇതിൽ എന്ത് ചെയ്യും ഈശ്വര, തൻ്റെ മകൻ്റെ കല്യാണം അതൊരു പ്രതിസന്ധിയിലോട്ട് തന്നെയാണല്ലോ പോകുന്നത്. തൻ്റെ കല്യാണം മകൻ്റെ കല്യാണം നടക്കുമോ എന്ന ആശങ്ക സുശീലയ്ക്കുള്ളിൽ വന്ന് തുടങ്ങി കേട്ടോ. എന്നാൽ ഈ സമയം സുശീല സുധനോട് പറയാണ്, എന്തോ എനിക്ക് പേടിയാവുന്നു, ഈ കല്യാണത്തിൻ്റെ പോക്ക് കാണുമ്പോൾ ഈ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്താണ് ഇനി ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഈ സമയം സുശീലയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ സുധൻ്റെ മനസ്സിൽ വലിയ സന്തോഷമാണ് ഉണ്ടാകുന്നത്. കാരണം സുശീല തൻ്റെ മകളെയും തന്നെയും ഒരുപാട് തവണ വിവാഹ വാഗ്ദാനം പറഞ്ഞു, തൻ്റെ മകൾക്ക് ആശങ്ക കൊടുത്തു, ഇങ്ങനെ പറ്റിച്ചതിന് ഒരു തിരിച്ചടി കൊടുക്കണം എന്ന് തന്നെയുള്ള ആ തീരുമാനത്തോടു കൂടി തന്നെയാണ് കേട്ടോ സുധനും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ സുശീല അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിവിധി ഉണ്ടാവും, ജ്യോതിഷന്മാർ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സുശീല മകൻ്റെ വിവാഹം നടക്കുന്നൊക്കെയുള്ള ആശ്വാസ വാക്കുകൾ കൊടുത്ത് സുശീല വീട്ടിലോട്ട് പോവാണ്. പിന്നീടാണെങ്കിൽ സുധനും ഈ പറയുന്ന രവിയും തമ്മിൽ കണ്ടുമുട്ടാണ്. അങ്ങനെ അവരുടെ ആ പിറകിലുള്ള ആ കഥ ഇനി വെളിപ്പെടുത്തുകയാണ് കേട്ടോ. അങ്ങനെ സുധൻ അന്ന് കരഞ്ഞു ചെല്ലുകയാണ്, എൻ്റെ മകളെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് കുടിച്ചും കൊണ്ട് സുധൻ കരഞ്ഞു ചെല്ലുമ്പോൾ അവിടെ ഹർഷയെ പോലും സുധനെ തള്ളിപ്പറയാണല്ലോ ചെയ്തത്. അപ്പോൾ ഈ സമയം അത് ശരിക്കും രവിയുടെ ഉള്ളിൽ തറച്ച് തന്നെ ചെയ്തു. കാരണം ഏതാവശ്യത്തിന് സുധനെ കൂട്ടുപിടിച്ച് പാവപ്പെട്ടതിൻ്റെ പേരിൽ അവനെയും അവൻ്റെ മകനെയും അങ്ങ് പുറംകാലി കൊണ്ട് സുശീല തട്ടിയത് അത് ഒരിക്കലും ശരിയായില്ല എന്ന് തന്നെയുള്ള ആ തീരുമാനം തന്നെയാണ് രവിക്കുള്ളിൽ ഉണ്ടാവുന്നത് കേട്ടോ. അങ്ങനെ രവി പറയാണ്, എനിക്കും ചില കാര്യങ്ങളൊക്കെ സുധ നിങ്ങളോട് പറയാണ്ട്. ഈ സുശീലാൻറ്റി കാണുന്നത് പോലെയല്ല, ഇപ്പോൾ അവരുടെ മകനെ തകർക്കാൻ, അനുപമ എന്ന പാവം പിടിച്ച ആ സ്ത്രീയുമായുള്ള ബന്ധം തകർക്കാൻ വേണ്ടി മാത്രമാണ് എൻ്റെ ഭാര്യ ഹർഷയെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്കൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അനുപമ ആ വീട്ടിലോട്ട് തിരിച്ചു വരിക തന്നെ വേണം. പിന്നെ ഈ പറയുന്ന സുശീലൊക്കെ ഒരു തിരിച്ചടി കിട്ടുക തന്നെ വേണം. കാരണം അവർക്ക് ഇനിയും തിരിച്ചടി കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ പലതും അനുഭവിക്കേണ്ടി വരും. പണവും പ്രതാപമുള്ളവരുടെ മാത്രം പിറകെ നടക്കുക, ഇല്ലാത്തവരെ കാലുകൊണ്ട് പുച്ഛിച്ചങ്ങ് തള്ളുന്ന സുശീലയുടെ ആ പ്രവൃത്തി ഒരിക്കലും ശരിയല്ല എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ ഈ സമയം സുധൻ പറയണേ, എന്തായാലും ഞാൻ അവരെ വലിയ ഉയരങ്ങളിലോട്ട് തന്നെ അങ്ങ് എത്തിക്കും, അവർക്ക് പ്രതീക്ഷകൾ ഒരുപാട് കൊടുക്കും, എനിക്ക് അവർ തന്നതുപോലെ തന്നെ ഞാൻ അവർക്കും തിരിച്ചു കൊടുക്കും. കാരണം എൻ്റെ മകളെയും എന്നെയും ഒരുപാട് ആശ തന്ന് അവർ ഒരു കോമാളിയെ പോലെ ഇപ്പുറത്ത് അവരുടെ മകൻ്റെ വിവാഹ നിശ്ചയം എല്ലാം നടത്തുമ്പോൾ ഞാൻ അറിയുന്നില്ല, ഞാൻ അപ്പോഴും എൻ്റെ മകളെ സത്യൻ കല്യാണം കഴിക്കുന്ന പ്രതീക്ഷയാണ്. പക്ഷേ ആ കുട്ടികൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, സത്യന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിലുമുണ്ട് സുശീല വാനോളം മുകളിലോട്ട് അങ്ങ് ഉയർന്നതിന് ശേഷം ഇടപെടുന്നതിന് അങ്ങ് താഴോട്ട് വീഴുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ഞാൻ അനുഭവിച്ച ആ അവസ്ഥയുണ്ടല്ലോ, ഞാൻ മദ്യത്തിന് അടിമയായ അവസ്ഥയുണ്ടല്ലോ, ഇതൊക്കെ സുശീലയും അറിയണം എന്ന് പറയണം കേട്ടോ. എന്നാൽ ഈ സമയം രവി പറയണ തീർച്ചയായും അത് വേണം. കാരണം അവരുടെ ഈ ഒരു കുനിഷ്ഠ ബുദ്ധിക്കും അവരുടെ ഈ കുത്തിത്തിരിപ്പിനും അവർക്ക് ഇനി ഒരു കരച്ചിൽ വേണം. കാരണം അവരുടെ കണ്ണീര് കൊണ്ട് അവർ എല്ലാവരോടും മാപ്പ് പറയണം. അത് തന്നെ ഇനി സംഭവിക്കാനും പോകുന്നത്. ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി സുധൻ, ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ നീക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഉണ്ട്, ഞാൻ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നീക്കുന്നുണ്ട് എന്ന് പറയാനിട്ടോ. എന്നാൽ ഈ സമയം ഡോക്ടർ പറയണ പോയിക്കോളൂ, കുഴപ്പമൊന്നുമില്ല, ഇനി ഹോസ്പിറ്റലിൽ നിന്നും പോയിക്കോളൂ എന്നിങ്ങനെ പറയണേ. അങ്ങനെ ദയക്ക് വേണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിനയം ചെയ്തു കൊടുക്കണം, മരുന്ന് വാങ്ങിയും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കണം കേട്ടോ. എന്നാൽ ഈ സമയം വീട്ടിലോട്ട് തിരികെ കൊണ്ടുവരുമ്പോൾ ദയയെ റൂമിൽ കൊണ്ടുപോയി കിടത്താനും ദയക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഒട്ടും തന്നെ മനസ്സിനെ ഇഷ്ടപ്പെടുന്നില്ല ചീരുവിനെ. ചീരു അകന്ന് തന്നെ നിൽക്കണം. എന്നാൽ ഈ സമയം പോകുന്ന സമയം തൻ്റെ മക്കളെ കാണാൻ വേണ്ടി വിനയൻ റൂമിലോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ ചിരുവിൻ്റെ സ്വഭാവം അങ്ങ് മാറും. അതെ, ഞാൻ നിങ്ങളെ
വിളിച്ചിട്ടില്ല. എൻ്റെ മക്കളെയോ എന്നെയോ നിങ്ങൾ കാണാൻ വരികയോ സംസാരിക്കരുതെന്ന് ചെയ്യുകയോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങൾ എന്നെ ഉപദ്രവിക്കാനാണ് ശ്രമിക്കുകയെങ്കിൽ ഞാനും എൻ്റെ മക്കളും എന്നേക്കുമായി അങ്ങ് തീരും. അതോടുകൂടി നിങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുമല്ലോ എന്ന് പറയുമ്പോൾ വിനയന് ആകെ സങ്കടമാവട്ടെ. അങ്ങനെ വിനയൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങളുടെ കവിളിൽ ഉമ്മ നൽകണം. ഈ അച്ഛൻ മക്കളെ നിങ്ങളെ കാണാൻ ഇനി വരില്ല. കാരണം പാപിയായ അച്ഛൻ തന്നെയാണ് ഞാൻ. ഒരിക്കലും നിങ്ങളെ പ്രസവിച്ചതിന് ശേഷം പെമ്മക്കളാണെന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മുഖത്തോട്ടൊന്ന് നോക്കുകയോ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയോ ഈ അച്ഛൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അച്ഛന് പാപി തന്നെയാണ്. നിൻ്റെ അമ്മ പറഞ്ഞത് തന്നെയാണ് ശരി. നിങ്ങളെ വന്ന് കാണാൻ ഈ അച്ഛന് യാതൊരു അവകാശവുമില്ല. അതുകൊണ്ട് എൻ്റെ തെറ്റ് നിൻ്റെ അമ്മയ്ക്ക് തിരിച്ചറിയുന്ന ആ നിമിഷമാണ് ഞാൻ ഈ വീട്ടിലോട്ട് വരികയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് പോകുമ്പോഴും ചീരു അലിയും എന്നാണ് വിനയൻ്റെ വിചാരം. പക്ഷേ ചീരു അതിലൊന്നും അലിയില്ല കേട്ടോ. കാരണം അത്രയും ദുരിതം അനുഭവിക്കൽ കഴിഞ്ഞു. കാരണം ഒരുപാട് പ്രാവശ്യം വിനയൻ സ്നേഹിക്കുമ്പോഴും തന്നെ ഇന്നല്ലെങ്കിൽ നാളെ സ്നേഹിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇനി ആ പ്രതീക്ഷ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചീരു മുന്നോട്ട് പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇന്ദ്രൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ശബരിയോട് പറഞ്ഞിരിക്കുകയാണ്. ദയയുടെ അവസ്ഥ വളരെ കഷ്ടമാണ്, അവിടെ പൈശാചിക ശക്തിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ പഴയ പ്രശ്നമുണ്ടല്ലോ നന്ദുവിൻ്റെ പ്രശ്നം അവനെ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് ദയ വളരെ ഇതാണ്. അത് കുട്ടിയെ പോലും ബാധിക്കും, പാല് കുടിക്കുന്ന കുഞ്ഞല്ലേ, അതുകൊണ്ട് നീ അവളിലോട്ട് പോകണം, അവളുടെ അടുത്തോട്ട് പോകണം, അവളുടെ ആഗ്രഹം പോലെ കുറച്ച് ദിവസം അവളുടെ ഒപ്പം നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ വാക്കുകൾ പറയുമ്പോൾ അവിടെ ശബരിക്ക് സങ്കടമാവണട്ടെ. എത്രയായാലും തൻ്റെ കുഞ്ഞിൻ്റെ അമ്മയല്ലേ അവൾ, തന്നോട് എത്ര വൃത്തികെട്ട സ്വഭാവം കാണിച്ചാലും അത് തനിക്ക് താങ്ങില്ല എന്ന് തന്നെ ശബരിയും കരുതാണ്. അങ്ങനെ ശബരി ഇനി ദയയുടെ അരികിലോട്ട് വരാൻ കേട്ടോ. ഇതേ സമയം ഇങ്ങനെ വിനയനെ വിളിച്ച് വരുത്തിയിരിക്കുകയാണ് രഘു. അങ്ങനെ വിനയനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വിനയൻ പറയാണ്, തുടക്കം മുതലേ ഈ പ്രശ്നത്തിൽ എനിക്കൊരു പൊരുത്തക്കേട് തോന്നിയിരുന്നു. നിങ്ങളൊക്കെ സംശയിക്കുന്നത് പോലെ ഒരിക്കലും ഞാൻ ഇതിൻ്റെ പിറകിൽ കളിക്കുന്നില്ല. പക്ഷേ എനിക്കിതിൻ്റെ പിറകിൽ കളിച്ചവനെ എനിക്ക് കണ്ടെത്തണമെന്ന ആഗ്രഹമുണ്ട്. കാരണം ഈ വിനയൻ എല്ലായിടത്തും തോറ്റിട്ടേ ഉള്ളൂ, ഈ വിനയൻ എല്ലാവർക്കും ദ്രോഹം ചെയ്തിട്ടേ ഉള്ളൂ. ഇത്തവണയെങ്കിലും വിനയൻ്റെ ആ ഒരു നല്ല മനസ്സ് പഴയ വിനയം മാറിയിരിക്കുന്നു. സ്വത്തിനും പണത്തിനും പ്രതാപത്തിനും മാത്രം വേണ്ടി ജീവിച്ചിരുന്ന ആ വിനയനല്ല എന്നുള്ള ആ ഒരു സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ആ വിനയനല്ല എന്നുള്ളത് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കണം. അതുകൊണ്ടാണ് രഘുവേട്ട ഞാൻ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത്. ആ ഏജൻറ്റിനെ കണ്ട് ആ ഏജൻറ്റിൻ്റെ പിറകിൽ കളിച്ചവൻ ആരാണെന്ന് കണ്ടെത്തണം. കാരണം ഒരിക്കലും ഈ ഇൻഷുറൻസ് ഇങ്ങനെ വരില്ല. അത് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം. ഇനി ആ ഏജൻറ്റിനെ കൈയോടെ പിടികൂടാനാണ് ഞാൻ കാത്തിരിക്കുന്നതെന്ന് പറയാനിട്ടോ. അപ്പോൾ ഇതിൻ്റെ പിറകിൽ കളിച്ചത് തമ്പായിയാണ് എന്നുള്ള സത്യം ഇനി പുറത്ത് വരും. അത് രഘു തന്നെ കൊണ്ടുവരും. അമ്പിളി രഘു അവിടെ വന്ന് നിൽക്കുമ്പോൾ അമ്പിളിയുടെ തൊട്ടതിനും പിടിച്ചതിനുള്ള സംശയം തന്നെയാണ് രഘുവിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. തമ്പായിയാണ് നന്ദുവായി വന്ന് ഇങ്ങനെ ഈ ഫോട്ടോ അന്ന് കീറിയിട്ടത് കൊണ്ട് അവരതെടുത്ത് യോജിപ്പിച്ച് ഇവരെ പേടിപ്പെടുത്തിയിരിക്കുകയാണെന്നുള്ള സത്യം പുറത്ത് കൊണ്ടുവരും. ഇതിനിടയ്ക്ക് ദയയുടെ കുഞ്ഞിനും ഇനി സുഖമില്ലാതാവും. കാരണം ആ ചേച്ചിയുടെ കയ്യിൽ ആ കുഞ്ഞായതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെയും ഇട്ട് ഇനി ബുദ്ധിമുട്ടിക്കൂട്ടാം. അപ്പോൾ തമ്പായിയുടെ യഥാർത്ഥ മുഖം അങ്ങ് പൊളിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇവരെ ഈ കന്യാശ്ശേരി മനയിലോട്ട് ഈ ദേവകി അമ്മ കൊണ്ടുവന്നിട്ടുള്ളത്.